ഈ എൻറ്റിറ്റീസിന് നമ്മളോട് പല കാര്യങ്ങളും പറയാനുണ്ടാവും. നമ്മളോട് സംസാരിക്കും. ബാധകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? അതിന് മുന്നേ ഞാൻ ഒരു തവണയാണ് ഒരു ക്ലാസ്സിലാണ് ഞാൻ ഈ സാധനം കാണുന്നത്. സത്യം പറയാൻ പേടിച്ചിട്ടുണ്ട്. ജാപ്പനീസ് പഠിച്ചു വരുത്തൻ ബ്ലാക്ക് മാജിക്കിനെ പേടിക്കില്ല, നെഗറ്റീവ് എൻറ്റിറ്റീസിനെ പേടിക്കില്ല. അതിൻ്റെ കാരണം അത്രയേ ഉള്ളൂ. ഒരു പുലി ഉറുമ്പിനെ പേടിക്കണോ? ഒരു സിംഹം ഉറുമ്പിനെ പേടിക്കണോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഉറുമ്പാണ്. ഞങ്ങൾ ഒരിക്കലും തിരിച്ചടിക്കണം എന്ന് പറയുന്നില്ല, ഞങ്ങളോട് പഠിപ്പിക്കില്ല. തിരിച്ചടിക്കാം. പക്ഷേ പഴയ കാലത്ത് നമ്മൾ തന്ത്രമാന്ത്രിക ക്രിയകളുടെ ഹോമങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയല്ലേ ചെയ്തിരുന്നത്. ആണ്. ഇപ്പോൾ അതെങ്ങനെയാണ് ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ കൈകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും 2 മിനിറ്റ് കൊണ്ട് തീരുന്നല്ല ഞാൻ പറയുന്നത്. ഒരാളെ ഹീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോസസ്സ്. നമുക്ക് ചില മാറ്റങ്ങൾ വരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നു, ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. അത് നമ്മൾ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഹീലിംഗ് ചെയ്ത് തീർക്കാം. നെഗറ്റീവ് എൻറ്റിറ്റീസിനൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുക. കാരണം അത് ക്ലെൻസ് ചെയ്ത് അവർക്ക് കുറച്ച് സമയം കൊടുത്ത് ഈ എൻറ്റിറ്റീസിന് നമ്മളോട് പല കാര്യങ്ങളും പറയാനുണ്ടാവും. നമ്മളോട് സംസാരിക്കും. നമ്മളോടിപ്പോൾ രാഹുൽ എന്നോട് സംസാരിക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് രാഹുലിൻ്റെ മേത്തൊരു ബാധ ഉണ്ടെങ്കിൽ അത് എന്നോട് സംസാരിക്കുക. ബാധകൾ സംസാരിക്കുമോ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബാധകൾക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു തരും. അതിനും കൃത്യമായിട്ടൊരു കോൺഷ്യസ്നെസ് ഉണ്ടാകുമോ? ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അതെന്തിനു വന്നു എന്നും പറയും, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും പറയും. അത് വിട്ടു പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ കിടന്ന് ചൊറഞ്ഞ് കളിക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യനെ പോലൊരു ബുദ്ധി ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ചതിയും വഞ്ചരിയും മറ്റു കാര്യങ്ങളും അതിനും ഉണ്ടായില്ലേ? ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താ? ഫോൺ വരിക, ഔട്ട് ഗോയിങ്, ഇൻകമിങ്, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ്. ഇതല്ല. ഇതേപോലെ ഇത് ഡിസൈൻ ചെയ്തൊരു പർപ്പസിനാണ്. അത് ആ പർപ്പസേ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അതിന് ഇപ്പം നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, എന്നാൽ എനിക്ക് ഫോണിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എനിക്ക് ഫോൺ ചെയ്യാം, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും. ഇതിനുള്ള ഫീച്ചേഴ്സ് അത് മാത്രമാണ്. രാഹുലിനെ നശിപ്പിക്കണം, ആ ഫീച്ചർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതാണ് അതിൽ ഇംപ്ലാന്റ് ചെയ്ത് വെച്ചത്. അത് തന്നെ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങ് ഇതിലേക്ക് വരുന്നൊരു കാലഘട്ടം ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പഠിച്ചു വരുന്നൊരു കാലഘട്ടം. ആ സമയത്ത് ഇത്തരത്തിലുള്ള ബാധകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? ആദ്യം നല്ല ഭയമായിരുന്നു. ആദ്യം നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്ന സമയത്ത്, ജാപ്പനീസ് പഠിക്കുന്നതിന് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നു. അതിന് മുന്നേ ഞാൻ ഒരു തവണയാണ് ഒരു ക്ലാസ്സിലാണ് ഞാൻ ഈ സാധനം കാണുന്നത്. സത്യം പറയാൻ പേടിച്ചിട്ടുണ്ട്, ശരിക്കും പേടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അനുഭവം? നമ്മുടെ കൂടെയുള്ള ഒരാൾ, നമ്മുടെ നല്ലൊരു സുഹൃത്ത്, ഇന്നും ആൾ എൻ്റെ നല്ല സുഹൃത്താണ്, എപ്പോഴെങ്കിലൊക്കെ വിളിക്കാറൊക്കെ ഉള്ള ഒരാളാണ്. ഒരു നല്ല മനുഷ്യൻ പെട്ടെന്ന് ട്രാൻസ്ഫോം ആയി. പിന്നെ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു, ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറുന്നു, ഇയാളല്ലാതാവുന്നൊരവസ്ഥ. അയാളുടെ ഫേസിലുള്ള മാറ്റങ്ങൾ, ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഗൗരവം കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലുള്ള അവസ്ഥ. ഞങ്ങളാകെ ഷോക്കായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ തീർക്കുന്നത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഉണ്ട്. അതിന് മുന്നേ സാധനമുണ്ട്. അല്ല, അതിന് മുന്നേ ഞാൻ സിനിമാക്കാരനാണ്. എൻ്റെ മനസ്സിൽ മണിച്ചിത്രത്താഴ് ഫാസിൽ സാറെ ഒരു ബെസ്റ്റ് സിനിമ. സ്വാഭാവികം, പുള്ളി ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു വെച്ചു. അത് ഞാൻ വെറും സ്ക്രിപ്റ്റാണ് അംഗീകരിച്ച ഒരാളാണ് ഞാൻ. ഇത് കണ്ടാന്ന് എനിക്ക് മനസ്സിലായി ഇത് ഒരിക്കലും സ്ക്രിപ്റ്റ് അല്ല, എന്തോ ഉണ്ട്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു, അതിലൊരുപാട് വർക്ക് ചെയ്തു. എങ്ങനെയാണ് അതിലേക്ക് അന്വേഷിച്ചു പോയത്? ഞാൻ പറഞ്ഞല്ലോ, മെസ്മറിസത്തിൽ വന്ന സൈഡ് എഫക്ട്സ് ആണ് എന്നെ ജാപ്പനീസ് മാഗ്നറ്റിസത്തിലോട്ട് എത്തിക്കുന്നത്. എത്തിയ സമയത്ത് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ ഇത് പഠിക്കാൻ. നമ്മൾ നോർത്ത് പോകണം, ഓറൽസ് നമ്മൾ നേപ്പാളിൽ പോകണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്താൽ ഇത് പഠിക്കാൻ പറ്റും. നേപ്പാളിലാണ് ഇതിൻ്റെ മെയിൻ? ഒരിക്കലും അല്ല. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞ് ഇന്തോനേഷ്യയിലെ ജാവ ഐലാൻഡ് തന്നെയാണ്. പക്ഷേ നേപ്പാളിലൊക്കെ മാസ്റ്റേഴ്സ് ഉണ്ട്, നോർത്തിൽ പല മാസ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് പലപ്പോഴും ഇവരൊന്നും ഇൻ്റർനെറ്റിലൊന്നും കിട്ടില്ല, പല മാസ്റ്റേഴ്സിന്. ചില മാസ്റ്റേഴ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിളും ആണ്. അപ്പോൾ ഇവരെ നമ്മളവിടെ തപ്പിപ്പോയി, അവരെ ലാംഗ്വേജിലായിരിക്കും അവർ ക്ലാസ് എടുക്കുക. നമ്മൾ ഒരുപാട് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അത് ഒരു നല്ല ലീനേജ് നിന്ന് ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ
നമ്മൾ മൊത്തത്തിൽ ഇത് പഠിക്കുന്ന വേസ്റ്റാണ്. നല്ല ലീനേജ് കിട്ടണം. എനിക്ക് ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊരു നല്ലൊരു അനുഭവം ഉണ്ടായി. ഭയങ്കര തമാശയാണ്. എന്നെ ഒരു ലേഡി വിളിക്കുന്നു, സാറേ ഞാനിത് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം മാഡം ജോയിൻ ചെയ്യണ്ട. അല്ല സാറേ എനിക്ക് ഒന്നും കൂടി പഠിക്കണം. ഞാൻ ചോദിച്ചു എന്തിനും? ഒരു വട്ടം പഠിച്ചല്ലോ, ഒരു തവണ പഠിച്ചതാണല്ലോ. അപ്പം സാറ് ഞാൻ പറഞ്ഞു ഞാൻ ഇതന്നെ പഠിപ്പിക്കുന്നത്, വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. സാറേ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താ പ്രോബ്ലം? ഒരു 1.5 വർഷം മുന്നെയാണ് ഞാൻ ഇത് പഠിച്ചത്. അതിനുശേഷം എൻ്റെ ലൈഫ് മൊത്തം അട്ടിമറി സംഭവിച്ചു. എനിക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കേജുകളുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ വരില്ല. നിങ്ങൾ പഠിച്ചത് കറക്റ്റാണെങ്കിൽ ഈ 1.5 വർഷം കൊണ്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. മാറിയ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് പഠിച്ച ആൾക്കാരെയും കാണിച്ചു തരാം, നല്ല മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പഠിച്ച ആൾക്കാരെയും ഞാൻ കാണിച്ചു തരാം. അവരെ ബിഫോറും ആഫ്റ്ററും എനിക്ക് ഇന്ന് കാണിച്ചു തരാൻ പറ്റും. അല്ല സാറേ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ്? ഞാൻ ചോദിച്ചു മാസ്റ്ററുടെ പേരെന്ന്. സാറേ അത് ചോദിക്കരുത്. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളിത് പഠിച്ചത്? ഇങ്ങനെയാണ്. പക്ഷേ അതിന് ശേഷം എനിക്ക് മൊത്തത്തിൽ എൻ്റെ ലൈഫിൽ പ്രോബ്ലംസാണ്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അതോറിറ്റി ആയിട്ടുള്ള 2 ആൾക്കാരെ കേരളത്തിലുള്ളൂ. ഈ 2 ആൾക്കാരിൽ ഒന്ന് ഞാനാണ്, ഒന്ന് വേറൊരാളാണ്. ഈ 2 ആൾക്കാർ ആരെങ്കിലും ആണോ പഠിപ്പിച്ചത്? അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മാസ്റ്ററെ വിളിച്ച് ചോദിച്ചോ എന്താ? ഇല്ല, ചില എനർജീസ് ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യുള്ളൂ, ചില എനർജീസ് അവർക്ക് വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ തരുന്ന ഏത് എനർജി എല്ലാവർക്കും വർക്ക് ചെയ്യും. പക്ഷെ എന്നോട് അവസാനം ഇവർ ഭയങ്കര സങ്കടപ്പെട്ട് ഒരുപാട് നേരം സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്യും. അവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ആൾ എന്ത് ഹാപ്പിയാണെന്നറിയും. ഞങ്ങളുടെ 7 days വർക്ക്ഷോപ്പ് കഴിഞ്ഞ സമയത്ത് ആളുടെ മുഖം കാണുന്നത്, മുഖത്ത് അതിൻ്റെ ചേഞ്ചസ് വന്നു. അവരുടെ ഫേസ് ഗ്ലോ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഈ എനർജി യൂസ് ചെയ്തിട്ട് അവർ ഹീൽ ചെയ്യുന്നുണ്ട് അഭിമാനത്തോടെ. ഇപ്പം എന്നോട് പറയുകയാണ് സർ 1.5 വർഷം മുന്നേ ഈ എനർജി ഞാൻ എന്ന് വിളിച്ചോ, ഞാൻ ഉറങ്ങാൻ വേണ്ടി കൊടുക്കും, അയാളുടെ ഉറക്കം പോകും. ഞാൻ ഒരാൾക്ക് മണി വരാൻ വേണ്ടി വിളിക്കും, അയാളുടെ ഉള്ള മണി കൂടി ബ്ലോക്ക് ആവും. ഇതിൻ്റെ റീസൺ ഒറ്റ റീസണേ ഉള്ളൂ. നല്ല ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന്, നല്ല ലീനേജുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് അറ്റ്യൂൺമെൻറ്റ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മാസ്റ്റേഴ്സിൻ്റെ പേര് റിവീൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങളുടെ മാസ്റ്റേഴ്സിൻ്റെ പേര് ചങ്കിൽ കൊത്തി നടക്കുന്ന ആൾക്കാരാണ്. ഇന്ന് മോർണിംഗിൽ ഞാൻ എൻ്റെ മാസ്റ്ററെ വിളിച്ചിട്ട് സന്തോഷത്തോടെ സംസാരിച്ചു. സർ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ പോവാണ്, ഫുൾ ടൈം ബ്ലെസ്സിങ് ആണ്, പോയിട്ട് വാ. ഇതാണ് ഗുരു ശിഷ്യ ബന്ധം. ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ മാസ്റ്റേഴ്സിൻ്റെ പേര് ഹൈഡ് ചെയ്യേണ്ട ആവശ്യം? ഇങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ട് അവർ ജെനുവിൻ അല്ല എന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ ഹീലിങ്ങിൽ ഒരുപാട് കള്ളത്തരങ്ങൾ, ഒരുപാട് പൊള്ളകൾ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഹീല് ചെയ്യാൻ അറിയാത്തൊരു സാഹചര്യം ഇത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഹീൽ ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ വർക്ക്ഷോപ്പ് ആണെങ്കിൽ 7 days or 8 days, 9th day നിങ്ങൾക്ക് ഒരാളെ ഹീൽ ചെയ്യാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതെല്ലാവർക്കും സംഭവിക്കാറുണ്ട്. ഇതുവരെ ഞങ്ങളുടെ എല്ലാ ബാച്ചിലും എല്ലാവരും നല്ല ഹീലേഴ്സാണ്. ചില ആൾക്കാർ നന്നായിട്ട് ഒരു ദിവസം 10 ആൾക്കാരെ ഹീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. എന്നിട്ട് ഞങ്ങൾക്ക് ചില ഹീലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളെ വിളിച്ചൊക്കെ പറയുന്നത്, ഞങ്ങളെല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരിക്കലും ഒരു മാസ്റ്റർ സ്റ്റുഡൻറ്റ് അങ്ങനെ ഒരു ബന്ധമല്ല. ഇറ്റ്സ് എ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് അവർ നമ്മളെ വിളിച്ച് സംസാരിക്കും, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിലൊരു അതർ സൈഡ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെന്നെങ്കിലും കുറച്ച് എന്തെങ്കിലും പഠിക്കും, ഞങ്ങളാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് തുടങ്ങും. അവർക്കും അത് ദോഷമാണോ? ഈ പഠിക്കുന്ന ആൾക്കാർക്കും ദോഷമാണോ? ഈ പാവങ്ങളെ എന്ന് ചാടും. എനിക്കറിയാം പല കേസുകളും. ഇതിപ്പോൾ ഞാൻ ഒരു കേസ് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു ലേഡിയുടെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. നിങ്ങൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതിനേക്കാൾ വലിയ ദ്രോഹ ചെയ്യുന്നു. അതിനേക്കാൾ നല്ല അവർക്ക് ബ്ലാക്ക് മാജിക് ചെയ്യാം. കാരണം അവർ അതിന് ശേഷം ഇപ്പം അവർ ഹീൽ ചെയ്യുന്നുണ്ട്. അവർ ആ ഹീൽ ചെയ്തിട്ട് അവർ ഓരോ റിസൾട്ടുകൾ പറയുമ്പം എന്നിട്ട് എന്നോട് പറയുക, സാറിനെ ദൈവമാണ് എനിക്ക് കാണിച്ചത്, അല്ലെങ്കിൽ സാറേ ഞാൻ പെട്ടുപോയിരുന്നു. കാരണം അവർ
ഈ പറയുന്ന പോലെ നന്നായിട്ട് പ്രാർത്ഥനയുള്ള ആളാണ്. ഈ പ്രാർത്ഥനകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പം യാതൊരു കുഴപ്പമില്ല. ഒരു ജാപ്പനീസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എല്ലാ മതക്കാർക്കും പറ്റുമോ? എല്ലാ മതക്കാർക്കും പറ്റും. നിങ്ങൾ ജാപ്പനീസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ക്രൗൺ ചക്ര ചെക്ക് ചെയ്യുക. ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ക്രൗൺ ചക്ര ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ദൈവാധീനം എത്ര കൂടി എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ജാപ്പനീസ് പഠിച്ചു വരുത്തൻ ബ്ലാക്ക് മാജിക്കിനെ പേടിക്കില്ല, നെഗറ്റീവ് എൻറ്റിറ്റീസിനെ പേടിക്കില്ല. എൻ്റെ കാരണം അത്രയേ ഉള്ളൂ. ഒരു പുലി ഉറുമ്പിനെ പേടിക്കണോ? ഒരു സിംഹം ഉറുമ്പിനെ പേടിക്കണോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഉറുമ്പാണ്. നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും തിരിച്ചടിക്കണം എന്ന് പറയുന്നില്ല. ഞങ്ങളോട് പഠിപ്പിക്കില്ല. തിരിച്ചടിക്കാൻ ചെയ്യൂല. നമ്മളിലോട്ട് വരുന്നു, അസുഖം വരുന്നു, ഗുളിക കുടിക്കുന്നു, മാറുന്നു. ഇതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ളവനെ തിരിച്ചടിക്കാൻ വേണ്ടി പോകണ്ട. അവന് തിരിച്ചടി കൊടുക്കേണ്ടത് യൂണിവേഴ്സാണ്. അത് യൂണിവേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് യൂണിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങളുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ സ്റ്റുഡൻസിലൊക്കെ പല ആൾക്കാരും നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ലൈഫിൽ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. പഠിച്ച് ഇറങ്ങിയ ഓരോരുത്തരുടെ ലൈഫിലും നമുക്ക് ഭയങ്കര ചേഞ്ചസ് വരുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. വെറും സന്തോഷമല്ല, ആ ഒരു മാറ്റം നമ്മളിലോട്ടും വരുന്നുണ്ട്. അവർ ഷെയർ ചെയ്യുന്ന ഓരോരോ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര സംഭവമാണ്.